ഹലോ, നമ്മളിന്ന് കൊഞ്ച് കൊണ്ടൊരു ചാറ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊഞ്ച് ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി വൃത്തിയാക്കിയ ശേഷം കഴുകിയെടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ശേഷം അതൊരാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പും പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ കൊഞ്ചിൻ്റെ കൂടെ ഉരുളൻകിഴങ്ങും കൂടി ഇട്ടാണിത് വറുത്തരച്ചാണ് വെക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു 3 ചെറിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെക്കുക. നമ്മുടെ കൊഞ്ച് അപ്പോൾ പാതി വെന്ത് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുളൻകിഴങ്ങ് അതിയിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഉരുളൻകിഴങ്ങും ചെമ്മീനും കൂടി വേവിച്ചെടുക്കാം. ഇനി കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ചീനച്ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ട് കറിവേപ്പിലയും ഒരു 3-4 ചെറിയുള്ളിയും 2-3 കഷ്ണം ഗാർലിക്കും കൂടി ഇട്ട് നന്നായി വറുത്തെടുക്കുക തേങ്ങ. തേങ്ങ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഓഫ് ചെയ്യാം. ഇത് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അരപ്പ് നമുക്കിത് വെന്ത് വന്ന ഉരുളൻകിഴങ്ങും കൊഞ്ചും കൂടി ഇട്ട മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം ചേർക്കുക. ഞാൻ ഇതിൽ 2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി തിളക്കുമ്പോൾ ഓഫ് ചെയ്യുക. ശേഷം നമുക്കിതിൽ താളിച്ചിടണം. താളിക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിലേക്ക് ചെറിയുള്ളി കുറച്ച് അരിഞ്ഞതിട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചതിട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഈ മിക്സ് ഒന്ന് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കറി മൂടി വെച്ചിട്ട് എടുക്കാൻ നേരത്ത് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം. തേങ്ങ വറുത്ത് വെച്ച കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.